പ്രണയമഴ ഭാഗം 12. അതേസമയം കാശി ക്യാബിനിൽ ഇരിക്കുകയായിരുന്നു. അവന്റെ കൈകൾ മുറുകെ ചേർന്നിരുന്നു. ശ്വാസം അസ്വസ്ഥമായി ഉയർന്നു താഴുന്നുണ്ടായിരുന്നു. എന്തിനാ എന്തിനാ അവളോട് അങ്ങനെ സംസാരിച്ചത്? അവന് ഉത്തരമില്ലായിരുന്നു. പക്ഷെ അവളെ കാണുമ്പോൾ തനിക്കുണ്ടാകുന്ന അസ്വസ്ഥത, ഇന്നലെ അവളുടെ ശരീരത്ത് തന്റെ കൈസ്പർശം അറിഞ്ഞത്, ഇപ്പോൾ എവിടെ നോക്കിയാലും അവളെ കാണുന്നത്, ഇന്നലെ രാത്രിയും ആ ജനാലയിൽ കണ്ട ആ രൂപം, ഓർമ്മ വന്ന നിമിഷം മുതൽ ഉള്ളിൽ എന്തോ കത്തിക്കൊണ്ടിരുന്നു. അത് ദേഷ്യമോ അസൂയയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആണോ? അവന് തന്നെ അറിയില്ലായിരുന്നു. അപ്പോഴാണ് CCTV സ്ക്രീനിൽ ഭദ്ര ക്യാബിനിലേക്ക് വരുന്നത് കണ്ടത്. കണ്ണുകൾ നിറഞ്ഞ നിലയിൽ തുടയ്ക്കുന്നുണ്ട്. അത് കണ്ട നിമിഷം കാശിയുടെ മുഖം മങ്ങി. ഒരു നിമിഷം പോലും അവിടെ നിൽക്കാതെ അവൻ എഴുന്നേറ്റു. ഓഫീസ് റൂമിന്റെ പിന്നിലെ പേഴ്സണൽ റൂമിലേക്ക് നടന്നു. ഭദ്രയുടെ കണ്ണുകളിലേക്ക് നോക്കാൻ ആ നിമിഷം അവന് ധൈര്യമുണ്ടായിരുന്നില്ല. ഭദ്ര പതുക്കെ കാശിയുടെ ക്യാബിന്റെ മുന്നിൽ വന്ന് നിന്നു. കൈകൾ ഇപ്പോഴും ചെറുതായി വിറയ്ക്കുന്നുണ്ടായിരുന്നു. അവൻ എല്ലാവരുടെയും മുന്നിൽ പറഞ്ഞ ഓരോ വാക്കുകളും ഇപ്പോഴും ചെവിയിൽ മുഴങ്ങുന്നുണ്ടായിരുന്നു. നിങ്ങൾക്കൊക്കെ മനുഷ്യന്റെ ജീവിതത്തിന് ഒരു വിലയുമില്ലല്ലോ. ആ വാക്കുകളേക്കാൾ കൂടുതൽ വേദനിപ്പിച്ചത് അവൻ തന്നോട് അത്രയും ദേഷ്യപ്പെട്ടതായിരുന്നു. താൻ എന്ത് ചെയ്തിട്ടാണ് എന്നായിരുന്നു അവളുടെ ഉള്ളില്. ഭദ്ര ഒരു ദീർഘനിശ്വാസം വിട്ടു. പതുക്കെ ഡോറിന് മുട്ടി. അകത്തുനിന്ന് പ്രതികരണമൊന്നും ഉണ്ടായില്ല. അവൾ വീണ്ടും മുട്ടി. സർ. ശബ്ദം വളരെ നേർത്തതായിരുന്നു. എന്നിട്ടും നിശബ്ദത മാത്രം. ഭദ്ര കണ്ണുനീർ വേഗം തുടച്ചു. പിന്നെ ഒരിക്കൽ കൂടി ധൈര്യം കണ്ടെത്തി ഡോറിൽ മുട്ടി. അപ്പോഴും മറുപടിയില്ല. അവൾ ഒരു നിമിഷം മടിച്ചു നിന്നു. പിന്നെ പതുക്കെ ഡോറിന്റെ ഹാൻഡിലിൽ പിടിച്ച് തിരിച്ചു. ഡോറ് തുറന്നു. അവൾ വളരെ സൂക്ഷിച്ചാണ് അകത്തേക്ക് കയറിയത്. ക്യാബിനുള്ളിൽ AC-യുടെ ശബ്ദം മാത്രം. കാശി അവിടെ ഇല്ലായിരുന്നു. ഭദ്ര ഒന്ന് ചുറ്റും നോക്കി. സർ. വീണ്ടും വിളിച്ചു. മറുപടിയില്ല. അവളുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു. താൻ തെറ്റൊന്നും ചെയ്തില്ലല്ലോ. അങ്ങനെ ഇരിക്കെ എന്തിനാണ് അവൻ ഇങ്ങനെ ദേഷ്യപ്പെട്ടത്? അവൾ പതുക്കെ ടേബിളിന്റെ മുന്നിൽ നിന്നു. കണ്ണുനീർ വീണ്ടും കവളിലൂടെ ഒഴുകി. അതേസമയം തന്റെ പേഴ്സണൽ റൂമിന്റെ ബെഡിനരികിൽ ഇരിക്കുകയായിരുന്നു കാശി. കയ്യിലെ ഫോണിലെ CCTV ദൃശ്യങ്ങളിലേക്കായിരുന്നു അവന്റെ കണ്ണുകൾ മുഴുവൻ. ക്യാബിനുള്ളിൽ നിൽക്കുന്ന ഭദ്രയെ അവൻ വ്യക്തമായി കാണുന്നുണ്ടായിരുന്നു. അവളുടെ കണ്ണുനീർ പോലും കാശിയുടെ നെഞ്ചിനുള്ളിൽ എന്തോ വല്ലാതെ മുറുകി. എന്തിനാ നീ അവളോട് അങ്ങനെ പറഞ്ഞത്? മനസ്സ് വീണ്ടും വീണ്ടും ചോദിച്ചു. പക്ഷെ അവന് അതിന് മറുപടി ഇല്ലായിരുന്നു. അവളെ അവിടെ കണ്ട നിമിഷം മുതൽ, അവളുടെ കരച്ചിൽ കണ്ട നിമിഷം മുതൽ അവന് തന്നോട് തന്നെ ദേഷ്യം തോന്നുന്നുണ്ടായിരുന്നു. കാശി കണ്ണുകൾ മുറുക്കി അടച്ചു. ഭദ്ര കുറച്ചു നേരം കൂടി അവിടെ നിന്നു, അവൻ വരുന്നതും കാത്ത്. പക്ഷേ കാശിയെ കാണാതെ വന്നതും അവൾ പതുക്കെ കണ്ണുനീർ തുടച്ചു. പിന്നെ തിരിഞ്ഞ് ഡോറിലേക്ക് നടന്നു. ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങാൻ നേരം ഒരു നിമിഷം അവൾ വീണ്ടും തിരിഞ്ഞ് ആ ഒഴിഞ്ഞ ചെയറിലേക്ക് നോക്കി. പിന്നെ അവൾ പുറത്തേക്ക് ഇറങ്ങി. ഡോർ അടഞ്ഞ ശബ്ദം കേട്ടതും കാശി പതുക്കെ കണ്ണുകൾ അടച്ചു. ആശ്വാസം പോലെ അവന്റെ വിരലുകൾ മുറുകെ ഫോണിൽ പിടിച്ചു. ഭദ്രയുടെ കണ്ണുനീർ ഇപ്പോഴും അവന്റെ മനസ്സിൽ നിന്നും മാഞ്ഞിരുന്നില്ല. ശ്യാം വക്കീലിന്റെ ഓഫീസിന്റെ മുന്നിൽ കാർ നിർത്തുമ്പോൾ തന്നെ ശ്യാമിന്റെ കൈകൾ ചെറുതായി വിറച്ചിരുന്നു. മഴ പെയ്തു നനത്ത ഗ്ലാസ്സിലൂടെ പുറത്തേക്ക് നോക്കിക്കൊണ്ട് അവൻ കുറച്ച് നിമിഷങ്ങൾ അങ്ങനെ തന്നെ ഇരുന്നു. അവസാനം ഒരു നീണ്ട ദീർഘനിശ്വാസം വിട്ട് അവൻ കാറിന്റെ ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങി. ഓഫീസിനുള്ളിൽ കയറിയതും വാ ശ്യാം, വക്കീൽ ശാന്തമായി പറഞ്ഞു. മുന്നിലെ കസേരയിൽ ഇരുന്നെങ്കിലും അവൻ തല ഉയർത്തിയില്ല. ടേബിളിന് മുകളിൽ ഉണ്ടായിരുന്ന ഡിവോഴ്സ് പേപ്പറുകളിൽ അവന്റെ കണ്ണുകൾ പതിഞ്ഞ നിമിഷം നെഞ്ചിനുള്ളിൽ എന്തോ ഒന്ന് കുത്തിയതുപോലെ തോന്നി. ഒരിക്കൽ കൂടി ആലോചിക്കണോ? വക്കീൽ ചോദിച്ചതും ഒരു ഔപചാരികത പോലെ മാത്രമായിരുന്നു. കാരണം അയാൾക്കെല്ലാം അറിയാമായിരുന്നു ഭദ്രയെ എത്രത്തോളം ശ്യാം വേദനിപ്പിച്ചിട്ടുണ്ടെന്നും മീരയ്ക്ക് വേണ്ടി അവളെ എങ്ങനെയൊക്കെ തകർത്തുവെന്നും. അതുകൊണ്ട് തന്നെ ശ്യാമിന്റെ കണ്ണുകളിൽ നിറഞ്ഞ വെള്ളം കണ്ടിട്ടും അയാളുടെ മുഖത്ത് പ്രത്യേക ഭാവമാറ്റങ്ങളൊന്നും വന്നില്ല. ശ്യാം ഒന്നും പറയാതെ പേനയെടുത്തു. ഒപ്പിടാൻ കൈനീട്ടിയ നിമിഷം അവന്റെ വിരലുകൾ ചെറുതായി വിറച്ചു. ഭദ്രയോടൊപ്പമുള്ള നിമിഷങ്ങൾ, അവളുടെ ചിരി, അവൾ കരഞ്ഞ രാത്രി, അവസാനം വീട് വിട്ടുപോയ ദിവസം, എല്ലാം ഒരുമിച്ച് മനസ്സിലേക്ക് വന്നു. കണ്ണുനീർ തുള്ളി പേപ്പറിലേക്ക് വീണു. വേഗം മുഖം തിരിച്ചു തുടച്ചുകൊണ്ട് അവൻ വിറയ്ക്കുന്ന കൈയോടെ ഒപ്പിട്ടു. കഴിഞ്ഞു. വക്കീൽ പേപ്പർ അടച്ചു വെച്ചു. ആ വാക്ക് കേട്ട നിമിഷം ശ്യാമിന് എന്തോ അവസാനിച്ചതുപോലെ തോന്നി. അവൻ തല കുനിച്ചുകൊണ്ട് എഴുന്നേറ്റു. ശ്യാം. അവൻ തിരിഞ്ഞു നോക്കി. കോടതിയിൽ ഭദ്രയെ വീണ്ടും കാണുമ്പോൾ അവളെ കുറ്റപ്പെടുത്താൻ നോക്കരുത്. കാരണം അവൾ അനുഭവിച്ചതിന്റെ പകുതി പോലും നീ അനുഭവിച്ചിട്ടില്ല. ആ വാക്കുകൾ കേട്ട നിമിഷം ശ്യാമിന്റെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു. പക്ഷേ ഇത്തവണ അവനൊന്നും പറയാനായില്ല. പുറത്തേക്ക് നടക്കാൻ ഡോറ് തുറന്നതും മുന്നിൽ നിൽക്കുന്ന മീരയെ കണ്ടു.
അവളുടെ മുഖം മുഴുവനും സന്തോഷം നിറഞ്ഞിരുന്നു. ശ്യാം, അവൾ പുഞ്ചിരിയോടെ വിളിച്ചു. പക്ഷേ അവളെ കണ്ട നിമിഷം തന്നെ അവന്റെ ഉള്ളിൽ ഒരു അസഹനീയമായ ദേഷ്യവും വെറുപ്പും നിറഞ്ഞു. ഒന്നും പറയാതെ അവൻ പുറത്തേക്ക് നടക്കാൻ തുടങ്ങി. എനിക്ക് എത്ര സന്തോഷായിന്നറിയോ? ഓടിയെത്തി മീര അവന്റെ കയ്യിൽ പിടിച്ചു. അവളുടെ കണ്ണുകൾ സന്തോഷം കൊണ്ട് തിളങ്ങുന്നുണ്ടായിരുന്നു. പക്ഷേ ശ്യാം ആ കൈ ശക്തമായി കുടഞ്ഞു മാറ്റി. ഒന്നും പറയാതെ പടികൾ ഇറങ്ങി താഴേക്ക് നടന്നു. മീര ഉടനെ പിന്നാലെ ഓടി. കാറിന്റെ ഡോറ് തുറന്ന് അവൻ കയറാൻ പോകുമ്പോഴേക്കും അവളും വന്ന് മുന്നിലെ സീറ്റിൽ കയറിയിരുന്നു. ഇറങ്ങ മീര, അവൻ ദേഷ്യത്തോടെ പറഞ്ഞു. ഇല്ല, ആദ്യം എനിക്ക് ഒരു സ്ഥലത്ത് പോകണം, അവൾ കുട്ടിയെ പോലെ പറഞ്ഞു. ശ്യാം അസഹനത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി. എവിടെ? ഹോസ്പിറ്റലിൽ, അവൾ പതിയെ പറഞ്ഞു. അവൻ നെറ്റി ചുളിച്ചു നോക്കി. എന്തിന്? മീര ഒരു നിമിഷം മിണ്ടാതെ ഇരുന്നു. പിന്നെ വളരെ പതുക്കെ അവളുടെ വയറിലേക്ക് കൈവച്ചു. നമ്മുടെ കുഞ്ഞിനെ ഇതുവരെ ഡോക്ടറെ കാണിച്ചിട്ടില്ല. ശ്യാമിന്റെ മുഖം പെട്ടെന്ന് മാറി. ഡോക്ടർ, അച്ഛൻ എവിടെയാണെന്ന് ചോദിച്ചാ ഞാൻ എന്ത് പറയണം? അവൾ കണ്ണു നിറച്ച് ചോദിച്ചു. ശ്യാം പുച്ഛത്തോടെ ചിരിച്ചു. ചത്തുപോയെന്ന് പറയും. അത് കേട്ട നിമിഷം മീരയുടെ മുഖം വാടി. ശ്യാം, അവളുടെ ശബ്ദം വിറച്ചു. എന്റെ കുഞ്ഞിന്റെ അച്ഛനെ ജീവനോടെ ഇരിക്കുമ്പോൾ ഞാൻ അങ്ങനെ പറയണോ? അവൾ സങ്കടത്തോടെ ചോദിച്ചു. ശ്യാം മുഖം തിരിച്ചു. അവൾ വീണ്ടും അവന്റെ കയ്യിൽ പതിയെ പിടിച്ചു. എനിക്കറിയാം നിങ്ങൾ എന്നോട് ദേഷ്യത്തിലാണെന്ന്, പക്ഷെ ഞാൻ നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് ശ്യാം. അവളുടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ ഒഴുകി. നീ ഇല്ലാതെ എനിക്ക് പറ്റില്ല. അവൾ പറഞ്ഞ ഓരോ വാക്കും വിറച്ചുകൊണ്ടായിരുന്നു. ശ്യാം മിണ്ടാതെ അവളെ നോക്കി. അവന്റെ മനസ്സിൽ ആ നിമിഷം രണ്ട് മുഖങ്ങളായിരുന്നു. ഒരു വശത്ത് ഒന്നും പറയാതെ വേദന മുഴുവൻ ഉള്ളിലാക്കി നടന്നുപോയ ഭദ്ര, മറ്റൊരു വശത്ത് സ്വന്തം സ്നേഹത്തിനായി കരഞ്ഞുകൊണ്ട് തനിക്ക് മുന്നിൽ പിടിച്ചു നിൽക്കുന്ന മീര. അവൻ കണ്ണുകൾ അടച്ചു. ഇപ്പോൾ മീരയുടെ വയറ്റിൽ വളരുന്നത് തന്റെ കുഞ്ഞാണ്. ആ ചിന്ത മനസ്സിലൂടെ കടന്നു പോയ നിമിഷം അവന്റെ ദേഷ്യം പതിയെ കുറഞ്ഞു. മീര ഇപ്പോഴും കരയുകയായിരുന്നു. അവളുടെ കണ്ണുനീർ കണ്ടപ്പോൾ ശ്യാമിന്റെ ഉള്ളിൽ ചെറിയൊരു സഹതാപം നിറഞ്ഞു. അവൻ പതിയെ അവളുടെ മുഖത്തേക്ക് കൈനീട്ടി. കവളിലൂടെ ഒഴുകിയ കണ്ണുനീർ വിരലുകൾ കൊണ്ട് തുടച്ചു നീക്കി. മീര ഞെട്ടി അവനെ നോക്കി. ആ കണ്ണുകളിൽ വീണ്ടും ഒരു പ്രതീക്ഷ തെളിഞ്ഞു. ഹോസ്പിറ്റലിൽ പോകണോ? അവൻ ശാന്തമായി ചോദിച്ചു. പെട്ടെന്നുള്ള ആ ചോദ്യം കേട്ടതും മീരയുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു. ഇന്ന് വേണ്ട, അവൾ വിറച്ച ശബ്ദത്തിൽ പറഞ്ഞു. നാളെ രാവിലെ പോയാൽ മതി. ശ്യാം കുറച്ചു നേരം അവളെ നോക്കി നിന്നു. പിന്നെ വളരെ പതുക്കെ തല കുനിച്ചു. ശരി, രാവിലെ പോകാം, നമുക്ക് ഒരുമിച്ച് പോകാം. അവൾ സന്തോഷത്തോടെ അവനെ നോക്കി. മുഖത്ത് വീണ്ടും ആ പഴയ പുഞ്ചിരി തിരികെ വന്നിരിക്കുന്നു. അത് കണ്ടപ്പോൾ ശ്യാമും ചെറുതായി ഒന്ന് ചിരിച്ചു. പക്ഷേ ആ ചിരിയുടെ പിന്നിലും അവന്റെ മനസ്സിൽ എവിടെയോ ഒരു കോണിൽ ഇനിയും മായാതെ ഭദ്രയുടെ ഓർമ്മകൾ വന്നു. കഴിഞ്ഞോ? ശ്യാം വീട്ടിലേക്ക് കയറിയതും അമ്മ ചോദിച്ചു. അത് മാത്രമായിരുന്നു അവന്റെ മറുപടി. ഇനി നാളെ മീരയുടെ വീട്ടിലേക്ക് പോയി സംസാരിക്കാം, അമ്മ വീണ്ടും പറഞ്ഞപ്പോൾ ശ്യാം ഒന്നും മിണ്ടിയില്ല. ചെരിപ്പഴിച്ച് നേരെ മുകളിലെ റൂമിലേക്ക് കയറി. ഡോർ അടച്ചതും അവൻ പതിയെ ബെഡിലേക്ക് വീണു. സീലിംഗിലേക്ക് നോക്കി കിടന്നെങ്കിലും മനസ്സ് ശാന്തമായിരുന്നില്ല. വക്കീലിന്റെ വാക്കുകൾ അപ്പോഴും ചെവിയിൽ മുഴങ്ങുന്നുണ്ടായിരുന്നു. ഭദ്ര, അവൾ അനുഭവിച്ചതിന്റെ പകുതി പോലും നീ അനുഭവിച്ചിട്ടില്ല. അവൻ കണ്ണുകൾ മുറുക്കി അടച്ചു. അതേസമയം ഫോൺ റിങ് ചെയ്തു. സ്ക്രീനിൽ തെളിഞ്ഞ പേര് കണ്ടപ്പോൾ അവൻ കുറച്ചുനേരം നോക്കി നിന്നു. മീര. അവസാനം കോൾ എടുത്തു. എന്തു ചെയ്യുവാ ശ്യാമേട്ടാ? അവളുടെ ശബ്ദം വളരെ മൃദുവായിരുന്നു. ഒന്നുമില്ല. കിടന്നോ? മീര കുറച്ചുനേരം മിണ്ടാതെ നിന്നു. പിന്നെ പതിയെ ചോദിച്ചു. ഇന്നും മനസ്സ് വിഷമത്തിലാണോ? ശ്യാം മറുപടി പറഞ്ഞില്ല. അവളുടെ ശബ്ദം വീണ്ടും സ്നേഹത്തോടെ ഒഴുകി. ശ്യാമേട്ടാ, ഇനി ഒന്നും ആലോചിക്കേണ്ട, എല്ലാം കഴിഞ്ഞു. അവൻ കണ്ണുകൾ അടച്ച് എല്ലാം കേട്ടു. ശ്യാമേട്ടൻ ഇനി സന്തോഷമായിട്ട് ജീവിക്കണം. അതിന് ഞാനുണ്ടല്ലോ, പിന്നെ നമ്മുടെ കുഞ്ഞും. എനിക്ക് എൻ്റെ പ്രണയം വേണം, ഒപ്പം എൻ്റെ കുഞ്ഞിന് അവൻ്റെ അച്ഛനും വേണം. ആ വാക്കുകൾ അവൻ്റെ മനസ്സിൽ ചെറുതായി തട്ടി. ശ്യാമേട്ടൻ അറിയോ, ഞാൻ എത്ര ദിവസമായി ശ്യാമേട്ടൻ്റെ ഒരു ഫോൺ കോളിനായി കാത്തിരുന്നത് എന്ന് അറിയോ? ശ്യാം മിണ്ടാതെ കിടന്നു. ശ്യാമേട്ടൻ എന്നെ സ്നേഹിച്ചിരുന്ന സമയത്ത് ഞാൻ ലോകത്തിലെ ഏറ്റവും ഭാഗ്യമുള്ള പെണ്ണാണെന്ന് തോന്നിയിരുന്നു. അവളുടെ ശബ്ദം വിറച്ചു. പിന്നെ അകന്നു പോയപ്പോൾ ഞാൻ ഓരോ ദിവസവും പേടിച്ചു, നീ എന്നെ പൂർണ്ണമായിട്ടും മറന്നു പോകുമോ എന്ന്. ശ്യാമിൻ്റെ നെഞ്ചിൽ എന്തോ പതുക്കെ അലിഞ്ഞു പോകുന്നത് പോലെ തോന്നി. പക്ഷേ ഇപ്പോൾ മീര ചെറുതായിട്ടൊന്ന് ചിരിച്ചു. ഇപ്പോൾ നിങ്ങൾ വീണ്ടും എൻ്റെ അടുത്തേക്ക് വന്നല്ലോ. ഇനി ഞാൻ ശ്യാമേട്ടനെ ആർക്കും വിട്ടുകൊടുക്കില്ല.
ആ വാക്കുകൾ കേട്ടപ്പോൾ ശ്യാമിന്റെ ചുണ്ടുകളിൽ അറിയാതെ ഒരു ചെറിയ പുഞ്ചിരി വിരിഞ്ഞു. മീര അത് മനസ്സിലാക്കി. ആഹാ, ചിരിക്കാണല്ലേ? ഇപ്പോഴേ എനിക്ക് സമാധാനമായത്. എത്ര നാളായെന്നറിയോ ഞാൻ ആ മുഖത്ത് പുഞ്ചിരി കണ്ടിട്ട്? അവൾ സ്നേഹത്തോടെ പറഞ്ഞു. ശ്യാമേട്ടാ, നമ്മുടെ കുഞ്ഞിനെക്കുറിച്ച് ആലോചിച്ചിരുന്നോ ശ്യാമേട്ടൻ? ഞാൻ പറഞ്ഞപ്പോഴെങ്കിലും അവൻ ഒന്നും മിണ്ടാതെ കണ്ണുകൾ തുറന്നു. നിന്നെപ്പോലെ കണ്ണുള്ള ഒരു കുഞ്ഞാവും, അല്ലെങ്കിൽ എന്നെപ്പോലെ കുറുമ്പിയാകും. അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞപ്പോൾ അവന്റെ മനസ്സിൽ അറിയാതെ ഒരു ദൃശ്യം തെളിഞ്ഞു. ചെറിയൊരു കുഞ്ഞ്, തൻ്റെ വിരലിൽ പിടിച്ച് ചിരിക്കുന്ന കുഞ്ഞ്. അവന്റെ മുഖം പതിയെ മൃദുവായി. മീര വീണ്ടും തുടർന്നു. നമുക്ക് പുതിയൊരു ജീവിതം തുടങ്ങാം ശ്യാമേട്ടാ. പഴയതൊന്നും ഇനി ഓർക്കണ്ട. ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. നീ ദേഷ്യപ്പെട്ടാലും അകന്നു നിന്നാലും എനിക്ക് നിന്നെ മാത്രമേ വേണ്ടൂ. ആ സ്നേഹഭരിതമായ വാക്കുകൾ അവന്റെ മനസ്സിനെ പതിയെ മയക്കി. ഇതുവരെ നെഞ്ചിൽ കിടന്നിരുന്ന ഭാരം കുറച്ചൊക്കെ കുറഞ്ഞതുപോലെ തോന്നി. ഭദ്ര, അവളിനി ഒരിക്കലും തിരിച്ചു വരില്ല. വന്നാലും ഇത്രയും നാള് അവൾ എവിടെയായിരുന്നു? ആരോടൊപ്പമായിരുന്നു? ഇനി ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ആരെങ്കിലുമായിട്ട് അടുപ്പമുണ്ടായിരുന്നോ അവൾക്ക്? മീര പറഞ്ഞതും ആ ചിന്ത അവന്റെ നെഞ്ചിനുള്ളിൽ കത്തി പോലെ കുത്തി. അതുകൊണ്ടായിരിക്കുമോ ഒന്നും പറയാതെ പോയത്? മീര പറയുന്ന വാക്കുകൾ കേട്ട് അവന്റെ മനസ്സിൽ പതിയെ ഭദ്രയ്ക്കെതിരെ കുറ്റങ്ങൾ ചുമത്തി തുടങ്ങി. ഒന്നും തനിക്കറിയില്ലല്ലോ, ഇനി അതൊന്നും അറിയേണ്ടതുമില്ല. അവൻ മനസ്സിനെ സ്വയം പറഞ്ഞ് മനഃപൂർവ്വം ശാന്തമാക്കി. കുറെ നേരം കൂടി മീര സംസാരിച്ചു കൊണ്ടിരുന്നു. അവളുടെ ഓരോ വാക്കിലും പ്രണയമുണ്ടായിരുന്നു, സ്വന്തമാക്കാനുള്ള ആഗ്രഹമുണ്ടായിരുന്നു. അവസാനം ഫോൺ വച്ചപ്പോൾ ശ്യാം കുറച്ചു നേരം അങ്ങനെ തന്നെ കിടന്നു. പിന്നെ പതിയെ എഴുന്നേറ്റ് താഴേക്ക് ഇറങ്ങി. ഡൈനിങ് ടേബിളിനരികിൽ എത്തിയപ്പോൾ അമ്മയും അനിയത്തിയും ഒരുപോലെ അവനെ നോക്കി. കാരണം ഇത്രയും ദിവസമായി ഭക്ഷണം പോലും കഴിക്കാതെ റൂമിൽ അടഞ്ഞു കിടന്നവൻ ഇപ്പോൾ വിളിക്കാതെ താഴേക്ക് വന്നിരിക്കുകയാണ്. ഭക്ഷണം എടുക്കട്ടെ? അമ്മ അതിശയത്തോട് ചോദിച്ചു. ശ്യാം കസേര വലിച്ചിട്ട് ഇരുന്നു. അമ്മയും അനിയത്തിയും തമ്മിൽ തമ്മിൽ നോക്കി. അവരുടെ മുഖത്ത് ചെറിയൊരു ആശ്വാസം ഉണ്ടായിരുന്നു. കുറച്ചു നേരം മിണ്ടാതെ ഇരുന്ന് ഭക്ഷണം കഴിച്ച ശേഷം ശ്യാം പതിയെ പറഞ്ഞു. നാളെ ഞാൻ മീരയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. ആ വാക്ക് കേട്ടതും അമ്മയുടെ മുഖം തെളിഞ്ഞു. അത് നല്ല കാര്യമല്ലേ മോനെ? അനിയത്തി അവനെ നോക്കുക മാത്രം ചെയ്തു. അപ്പോ ഇനി കാര്യങ്ങൾ പെട്ടെന്ന് നടത്താം, അമ്മ പറഞ്ഞു. ആളുകളെ ഒന്നും വിളിച്ച് വലിയ കല്യാണമൊന്നും വേണ്ട. ക്ഷേത്രത്തിൽ വെച്ച് താലി കെട്ടിയാൽ മതി. മറ്റു ചടങ്ങുകളൊന്നും വേണ്ട. ശ്യാം ഒന്നും മിണ്ടിയില്ല. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് കൈ കഴുകി പിന്നെ പതിയെ മുകളിലേക്ക് നടന്നു. അവന്റെ മുഖം ശാന്തമായിരുന്നു. പക്ഷേ അവന്റെ മനസ്സിന്റെ ഏറ്റവും ആഴത്തിലുള്ള ഒരിടത്ത് ഭദ്ര എന്ന ആ ഒരു പേര് ഉണ്ടായിരുന്നു. ഹായ്, ഞാനേ ഇന്ന് ഇത്തിരി തിരക്കായി പോയി, പറഞ്ഞില്ലേ? മോൻ്റെ ബർത്ത്ഡേ ആയിരുന്നു, അതിൻ്റെ പരിപാടിയൊക്കെ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ പുറത്തൊക്കെ പോയി ഇപ്പോൾ വന്നേ ഉള്ളൂ. അതുകൊണ്ട് ഇന്നത്തെ സ്റ്റോറിക്ക് ലെങ്ത് കുറവാണേ. പക്ഷേ ഞാൻ നാളെ തരാം കേട്ടോ. ബാക്കിയുള്ളത് നാളെ തരാവേ. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നാളെ കാണാം. രാവിലെ ഹൃദയത്തിൽ സൂക്ഷിക്കാൻ എന്ന സ്റ്റോറിയുമായിട്ട് കാണാം. ബൈ.